അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്ലാൻ ചെയ്യാൻ പോകുന്നത് ഒരു 100 ദിവസം കൊണ്ട് 100 ഡേയ്സ് 100 ദിവസം കൊണ്ട് 20 കിലോഗ്രാം വെയിറ്റ് കുറയ്ക്കാനാണ്. ബോഡി വെയിറ്റ് കുറയ്ക്കാനുള്ള ഒരു ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇതൊരു സീരീസ് ഓഫ് വീഡിയോസ് ആയിരിക്കും. ഡേ 1 തൊട്ട് ഡേ 100 വരെ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓരോ വീഡിയോസിലും നമ്മൾ കഴിക്കേണ്ട ഡയറ്റ്, അതുകൂടാതെ ചെയ്യേണ്ട എക്സസൈസ് കാര്യങ്ങളെല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഈ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു പ്രിപ്പറേഷനാണ്. പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ അതിന് നമ്മുടെ ഫിസിക്കലി മെൻ്റലി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ആദ്യത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ആദ്യമായി തന്നെ നമ്മളൊരു ഏറ്റവും ബെറ്റർ ഒരു ജിമ്മിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മളെക്കാളും ഓൺലൈനുള്ള എന്താ പറയുക ട്രെയിനേഴ്സിനേക്കാളും കൂടുതലെല്ലാം ഒരു ജിമ്മിലെ ട്രെയിനറിനും പിന്നെ അതുകൂടാതെ ജിമ്മിലെ മെമ്പേഴ്സിനെല്ലാം നമ്മളത് ഹെൽപ്പ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഓൾറെഡി ഒരു ഫിസിക്കലി ഒരു ജിമ്മിൽ ജോയിൻ ചെയ്യുക എന്നുള്ളത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. നമുക്ക് ടൈം എപ്പോഴും കണ്ടെത്താം. കാരണം ജിമ്മുകളെല്ലാം രാവിലെ 5 തൊട്ട് 10 മണി വരെയും പിന്നീട് വൈകിട്ട് 4 മണി തൊട്ട് രാത്രി 10 മണി വരെയും അതിന് മേളിലുള്ള ജിമ്മുകളും ഓരോ ഏരിയകളിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജിമ്മിൽ ജോയിൻ ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. പിന്നെ അത് കൂടാതെ ഡയറ്റ് എക്സസൈസ് കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഇപ്പോൾ ബേസിക്കായിട്ട് നമ്മളൊരു ജിമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ഒരു എക്സസൈസ് സ്റ്റാർട്ട് ഇപ്പോൾ വീട്ടിൽ തന്നെ ചെയ്യുകയാണെങ്കിലും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ബേസിക്കായിട്ട് വേണം. അതിൽ ഫസ്റ്റ് പറയുന്നത് വെച്ചാൽ അതിനുള്ള ഡ്രസ്സസ് ആണ്. വെച്ചാൽ നിങ്ങൾക്ക് ഷോർട്സ്, അതുപോലെ ട്രാക്ക് പാൻസ്, ആക്റ്റീവേഴ്സ് നിർബന്ധമാണ്. കാരണം നോർമൽ കോട്ടൻ്റെ ഡ്രസ്സ് അല്ലെങ്കിൽ ഒരു ജീൻസൊക്കെ ഇട്ട് വർക്കൗട്ട് ചെയ്യാന്നുള്ള നടക്കുന്ന കേസല്ല, അത് ബുദ്ധിമുട്ടാവും. അതുപോലെ തന്നെ ഷർട്ട് ഇട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. എപ്പോഴും ടീഷർട്ട്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു ട്രാക്ക് പാൻറ്റ് അല്ലെങ്കിൽ ഷോർട്സ് കൂടാതെ ടീഷർട്ട് മസ്റ്റായിട്ട് വേണ്ടതാണ്. പിന്നെ നല്ലൊരു സ്പോർട്സ് ഷൂസ് ഇപ്പോൾ ഷോപ്പുകളിലെല്ലാം നമുക്കൊരു 500 തൊട്ട് മേളിലേക്ക് ഉണ്ട്. ഓൺലൈനായിട്ടൊക്കെ മേടിക്കുകയാണെങ്കിൽ ഫ്ലിപ്കാർട്ട്, ആമസോണിലെല്ലാം അഡിഡാസ്, നൈക്കി, പ്യൂമയുടെ എല്ലാം, നൈക്കി ഇട്ടില്ല, അഡിഡാസ്, പ്യൂമ, റീബോക്ക് എല്ലാം നമുക്കൊരു 2000 രൂപയൊക്കെ ബഡ്ജറ്റൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി സ്പോർട്സ് ഷൂസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത് നിങ്ങൾ ഓൺലൈൻ സെർച്ച് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ വെയിറ്റ് ലോസ് ജേർണിയിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് 4 കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക. ഫസ്റ്റ് വരിക നമ്മുടെ എക്സസൈസാണ്. സെക്കൻഡ് ഡയറ്റ്. 3 വാട്ടറാണ്, വാട്ടർ ഇൻടേക്ക്. 4th വരിക സ്ലീപ്പിംഗ്, റെസ്റ്റാണ്. അപ്പോൾ ഫസ്റ്റ് വരിക നമ്മുടെ എക്സസൈസാണ്. ഒരു മിനിമം ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 45 മിനിറ്റ്സ് എങ്കിലും എക്സസൈസ് ചെയ്യാനുള്ള ടൈം നമ്മൾ കണ്ടെത്തേണ്ടതാണ്. എന്നാലേ നമ്മുടെ ഫാറ്റ് ലോസ് കുറച്ചും കൂടി സ്പീഡപ്പായിട്ട് നടക്കത്തുള്ളൂ. മിനിമം ഒരു 30 മിനിറ്റ്സ് എങ്കിലും നമ്മൾ എക്സസൈസ് ചെയ്യാൻ ടൈം കണ്ടെത്തണം. 45 മിനിറ്റ്സ് ആണെങ്കിൽ ബെറ്റർ, അതിന് മേളിലായാലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഒരു അരമണിക്കൂർ എന്തായാലും മസ്റ്റായിട്ട് ഒരു ദിവസം നമ്മൾ ഈ കാര്യത്തിന് വേണ്ടി മാറ്റി വെക്കേണ്ടതാണ്. ഡയറ്റ് ഞാൻ ഓരോ വീഡിയോയിലും ഡേ 1 തൊട്ട് ഡേ 100 വരെ ഓരോ വീഡിയോയിലും കറക്റ്റായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. എങ്ങനെയാണ് കഴിക്കേണ്ടത് കാര്യങ്ങളെല്ലാം തന്നെ. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടായിരിക്കും നമ്മൾ ഡയറ്റ് പ്ലാൻ ചെയ്യുക. അതുപോലെ കാർബും കാര്യങ്ങളെല്ലാം തന്നെ വളരെ കുറച്ച് ഇൻടേക്ക് വരുന്നുള്ളൂ. എന്നാലേ ഫാറ്റ് ലോസ് എന്നുള്ളൊരു പ്രോസസ്സ് കൂടുതൽ സ്പീഡായിട്ട് നടക്കത്തുള്ളൂ. മെയിൻ ഫോക്കസ് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ, കാലറി ഡെഫിഷ്യൻറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഫാറ്റ് ലോസ് നടക്കുക. നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ക്വാണ്ടിറ്റി സെയിം ആയിരിക്കും, പക്ഷേ അതിൽ എന്താ പറയുക നമ്മുടെ ശരീരത്തിന് വേണ്ട കാലറീസ് ലെസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് വയറ് നിറയുകയും ചെയ്യും, പക്ഷേ കാലറി ലെസ് ആയതുകൊണ്ട് നമ്മുടെ ബോഡിയിൽ റിസർവ് ആയിരിക്കുന്ന ഫാറ്റ് എല്ലാം നമ്മുടെ ബോഡി എനർജിക്കായിട്ട് യൂസ് ചെയ്തിട്ട് ഫാറ്റ് ലോസ് ഉണ്ടാവും. അങ്ങനെയാണ് പ്രോസസ്സ് നടക്കുക. ഓക്കെ. പിന്നെ എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ വെള്ളം. നന്നായിട്ട് വെള്ളം കുടിക്കുക. മിനിമം ഒരു 3 to 4 ലിറ്റേഴ്സെങ്കിലും വെള്ളം കുടിച്ചിരിക്കണം നല്ലപോലെ. പിന്നെ ഉറക്കം മിനിമം ഒരു 7-8 മണിക്കൂർ, 8 മണിക്കൂർ എന്തായാലും ഉറങ്ങണം. മിനിമം ഒരു 7 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക. 8 മണിക്കൂർ ഉറങ്ങിയാൽ വളരെ നല്ലത്. അപ്പോൾ നമ്മുടെ ബോഡി പെട്ടെന്ന് റിക്കവർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുകൂടെ നമ്മുടെ മെൻ്റലി ഉള്ള സ്ട്രെസ് കാര്യങ്ങൾ റിലീവായിട്ട് കുറേയൊക്കെ ഉറക്കം, അത് ഞാൻ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഈ ഒരു 4 കാര്യങ്ങളായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ വെയിറ്റ് ലോസ് എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. ഒത്തിരി വീഡിയോസൊക്കെ നമ്മൾ കാണുന്നുണ്ട് യൂട്യൂബിൽ, ഇൻസ്റ്റാഗ്രാമിൽ, ഫേസ്ബുക്കിലെല്ലാം കാണുന്നുണ്ട്. അതിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് അത് കഴിക്കുക, ഇത് കഴിക്കുക, അങ്ങനെ വർക്കൗട്ട് ചെയ്യുക, ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുക, വെള്ളം കുടിക്കുക, കിടന്നുറങ്ങാന്ന് പറയും. പക്ഷേ ഈ ഒരു പ്രോസസ്സ് ഞാൻ 1 ടൈം ഞാൻ ചെയ്തതാണ്. ഞാൻ 103 കിലോയിൽ നിന്ന് 88 കിലോ വരെ എത്തിയതാണ്. ആ ഒരു പ്രോസസ്സ് വളരെ ഡിഫിക്കൽട്ടായിട്ടൊരു കാര്യമാണ്. ആദ്യമേ നെഗറ്റീവ് പറയുന്നതല്ല, കുറച്ച് ഡിഫിക്കൽട്ടാണ്. നമുക്ക് ഒരുപാട് ഫിസിക്കൽ പെയിനും മെൻ്റൽ പെയിനും നമ്മൾ എന്താ പറയുക സഫർ ചെയ്യേണ്ടി വരും. എസ്പെഷ്യലി ഫിസിക്കൽ പെയിനാണ്. നമുക്ക് സ്റ്റാർട്ടിങ്ങിലൊക്കെ എക്സസൈസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ ആദ്യത്തെ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ നല്ല ബോഡി പെയിൻ ആയിരിക്കും. അപ്പോൾ അതെന്തായാലും സഹിക്കാനായിട്ടുള്ളൊരു മെൻ്റൽ സ്ട്രെങ്ത് നമുക്ക് വേണം. പിന്നെ എന്താ പറയുക,
നമ്മൾ കഴിക്കുന്ന ഫുഡ് കമ്പാരിറ്റീവ്ലി കുറച്ച് വരണം. അപ്പോൾ നമുക്ക് എന്താ പറയുക, ശരീരത്തിനും മനസ്സിനും പെട്ടെന്ന് ദേഷ്യം വരും. അപ്പോൾ ആങ്കർ ഇഷ്യൂസ് ഉണ്ടാവും. എന്താ പറയുക, കുട്ടികളായിട്ടും അതുപോലെ വൈഫ്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ട് തല്ലു പിടിക്കാനൊക്കെ ഉള്ള എന്താ പറയുക ദേഷ്യപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് വീട്ടിലൊന്ന് പറഞ്ഞു വെച്ചേക്കാം, ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ നിങ്ങളത് കണ്ട് പെരുമാറുക. ദേഷ്യം വരും, നമുക്ക് നോർമൽ ആണെങ്കിലും കൂടുതൽ ദേഷ്യം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആങ്കർ ഇഷ്യൂസ് എന്തായാലും ഉണ്ടാവും. പിന്നെ ഫിസിക്കൽ പെയിൻ, വളരെയധികം ശരീരത്തിന് ഒരുപാട് വേദനകളുണ്ടാവും. ചില ഓരോ പാർട്സ് നമ്മൾ ഒരുപാട് നാളായിട്ട് നമ്മൾ എന്താ പറയുക ഉപയോഗിക്കാത്ത രീതിയിലായിരിക്കും നമ്മൾ കൂടുതൽ ബോഡിക്ക് ഷോക്ക് കൊടുക്കുന്നത്. ഓരോ ബോഡി പാർട്സിനും ഷോക്ക് കൊടുത്ത് ആയിരിക്കും നമ്മൾ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നല്ലപോലെ ബോഡി പെയിൻ ഉണ്ടാവും. പക്ഷെ അത് ഒരാഴ്ച 2 ആഴ്ചത്തേക്ക് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ അത് നമുക്ക് യൂസ്ഡ് ടു ആവും. പിന്നീട് അത് നമ്മൾ ഓൾറെഡി എൻജോയ് ചെയ്ത് കൊടുക്കും. കാര്യം എടുത്ത് പറയണത് എന്താണെന്ന് വെച്ചാൽ സ്വെറ്റിംഗ് ആണ്. നല്ലപോലെ ബോഡി വേർക്കും. ഇതൊന്നും വേറെ ആരും പറഞ്ഞു തരില്ല. നല്ലപോലെ ബോഡി വേർക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കൂടുതൽ സ്വെറ്റ് ചെയ്യും, ബോഡി പെട്ടെന്ന് ഹീറ്റ് ആവും. അപ്പോൾ ഡിയോഡ്രൻറ്റ് അല്ലെങ്കിൽ ഒരു പെർഫ്യൂം, നല്ല സ്മെല്ല് കിട്ടുന്ന കുറച്ചുകൂടി ലോങ് ലാസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം എപ്പോഴും യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. പെർഫ്യൂം മസ്റ്റാണ്. രാവിലെയും ഉച്ചയ്ക്കും പെർഫ്യൂം യൂസ് ചെയ്യേണ്ടി വരും, കാരണം നല്ലപോലെ ബോഡി വേർക്കും പെട്ടെന്ന്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഞാൻ നാളെ മുതൽ ഡേ 1 തൊട്ട് നമുക്ക് അതിനുള്ള ഡയറ്റും എക്സസൈസും കാര്യങ്ങളെല്ലാം തന്നെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.